ലോക്സഭയിൽ ബിജെപിയെ കടന്നാക്രമിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഹിന്ദുവിന്റെ പേരിൽ രാജ്യത്ത് അക്രമം നടത്തുന്നുവെന്ന് രാഹുൽ പറഞ്ഞു. ബിജെപി ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്നില്ല. പ്രസംഗത്തിനിടെ പരമശിവന്റെ ചിത്രം രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടി. Of course, it is a symbol that many of you hate, but that idea is the Abhay Mudra, the symbol of the Congress Party, which, as you can see, is also in this image. Hinsa, hinsa, hinsa. Nafrat, nafrat, nafrat. असत्य, सत्य, असत्य. मोदी जी पूरा हिंदू समाज नहीं है. बीजेपी पूरा हिंदू समाज नहीं है. आरएसएस पूरा हिंदू समाज नहीं है. बोलना चाहते हैं ये सब हिंदू हैं यहाँ पे. ये सब हिंदू हैं. माननीय अध्यक्ष जी. പ്രധാനമന്ത്രിയും അമിത്ഷായും രാജ്നാഥ് സിംഗും ചേർന്ന് രാഹുലിന്റെ പരാമർശത്തെ പ്രതിരോധിച്ചു. രാഹുൽ മാപ്പ് പറയണമെന്ന ഭരണപക്ഷം ആവശ്യപ്പെട്ടു. वो हिंसा की बात करते हैं, हिंसा करते हैं. मान्यवर, इस देश में शायद इनको मालूम नहीं है. मैं मानता हूं मान्यवर, उन्होंने इसकी माफी मांगनी चाहिए. मैं उनको एक गुजारिश भी करना चाहता हूं. आपातकाल में पूरे देश को इन्होंने भयभीत करा है, लाखों लोगों को जेल में डाला है. और आतंक, वैचारिक आतंक अगर कभी था तो आपातकाल के वक्त था. और मान्यवर दिल्ली में दिन दहाड़े हजारों सिख भाइयों का कत्लेआम उनके शासन में हुआ. आज वो വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണി, ലോക്സഭയിൽ തീർച്ചയായും ഇങ്ങനെ ഈ ഭരണ പ്രതിപക്ഷ ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ ഒരു ഹിന്ദുത്വ പരാമർശമൊക്കെ ഉണ്ടായിരിക്കുന്നു. വലിയ രീതിയിൽ, അതായത് ഭരണപക്ഷത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഹിന്ദു എന്ന് അവകാശപ്പെടുന്ന ചിലർ അക്രമം അഴിച്ചുവിടുന്നു എന്ന തരത്തിലൊക്കെ പരാമർശം നടത്തുന്നത്. മാത്രമല്ല, പരമശിവന്റേതടക്കം ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഭദ്ര, തീർച്ചയായും രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി നൽകുന്നതിനിടെയാണ് രാഹുൽ ഗാന്ധി ഭരണപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ട് സഭയിൽ നിന്ന് രൂക്ഷമായ പരാമർശങ്ങളെല്ലാം തന്നെ നടത്തിയത്. അതിലേറ്റവും പ്രധാനമായി നമ്മൾ പറയേണ്ടത് ഈ ഹിന്ദുത്വ പരാമർശം തന്നെയാണ്. ഹിന്ദുവിന്റെ പേരിൽ ആക്രമണം എന്ന ഒരു പരാമർശം വലിയ രീതിയിൽ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ മോദിയും അമിത്ഷായും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും നേർക്കുനേർ വരുന്നൊരു സംഭവം ഇന്ന് സഭയിലുണ്ടായി. ഹിന്ദുക്കളെ, അതായത് BJP ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്നില്ല, BJP RSSും ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതിന് ഉദാഹരണമായി അദ്ദേഹം രാമക്ഷേത്രം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. രാമക്ഷേത്രം പണിതിട്ടും അയോധ്യയിൽ BJP തോറ്റെന്ന് പറയുന്നു. കൂടാതെ പ്രധാനമന്ത്രിയെ വലിയ രീതിയിൽ തന്നെ പരിഹസിക്കുന്ന ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായി. ഒരു ബയോളജിക്കൽ PM ആണ് പ്രധാനമന്ത്രി എന്ന് രാഹുൽ പറഞ്ഞു. ദൈവവുമായി നേരിട്ടാണ് മോദി സംസാരിക്കുന്നതെന്ന പരാമർശം ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം ഒരു പരിഹാസം നടത്തുന്നു. ആ രീതിയിൽ പ്രധാനമന്ത്രി അടക്കം രൂക്ഷമായി വിമർശിച്ചും പരിഹസിച്ചും കൊണ്ട് തന്നെയാണ് രാഹുൽ BJPയെ അല്ലെങ്കിൽ ഭരണപക്ഷത്തെ വലിയ രീതിയിൽ തന്നെ കടന്നാക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം തന്നെ രാഹുലിന്റെ ഈ പരാമർശം, അതായത് ഹിന്ദുവിന്റെ പേരിൽ ആക്രമണം നടക്കുന്നു എന്നൊരു പരാമർശം അത് സഭയിൽ വലിയൊരു ബഹളമുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഭരണപക്ഷ വലിയ രീതിയിൽ ബഹളം വെക്കുന്നു. ഹിന്ദുക്കളെ ആക്രമണങ്ങളെന്ന് രാഹുൽ വിളിച്ചുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നു. അതോടൊപ്പം തന്നെ രാഹുൽ മാപ്പ് പറയണമെന്ന് ഭരണപക്ഷത്തിലെ അംഗങ്ങൾ ആവശ്യപ്പെടുന്നു. കിരൺ റിജിജു അടക്കമുള്ള ക്യാബിനറ്റ് മന്ത്രിമാർ രാഹുലിനെതിരെ രംഗത്ത് വരുന്നു. അതായത് ഈ രാഹുലിന്റെ ഹിന്ദുത്വ പരാമർശം, ഹിന്ദുക്കൾ ആക്രമണങ്ങളെന്ന് പറഞ്ഞ രീതിയിലുള്ള പരാമർശം, അതിനെതിരെ ഈ ഭരണപക്ഷത്തെ ക്യാബിനറ്റ് മന്ത്രിമാർ ഒന്നടങ്കം രാഹുലിനെ പ്രതിരോധിച്ചുകൊണ്ട് വരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായി പറയേണ്ടത്. രാഹുൽ വലിയ രീതിയിൽ തന്നെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വിമർശിക്കുന്ന ഒരു സാഹചര്യം, അഗ്നിവീർ അടക്കമുള്ള പദ്ധതികൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയായിരുന്നു രാഹുലിന്റെ വിമർശനം. അതിനിടയിലാണ് ഈ ഹിന്ദുത്വ പരാമർശം ചൂണ്ടിക്കാണിച്ചപ്പോൾ ഭരണപക്ഷത്തെ ക്യാബിനറ്റ് മന്ത്രിമാരടക്കം രാഹുലിനെതിരെ രംഗത്ത് വന്നത്. എന്തായാലും ഹിന്ദുക്കളെ അക്രമങ്ങളെന്ന് രാഹുൽ വിളിച്ചെന്ന് മോദി പറഞ്ഞു. കൂടാതെ ഇതിൽ കൃത്യമായ രീതിയിൽ തന്നെ രാഹുൽ മാപ്പ് പറയണമെന്ന് അമിത്ഷാ ആവശ്യപ്പെടുന്നത് രൂക്ഷമായി തന്നെയാണ് അമിത്ഷാ ഇതിനെ പ്രതിരോധിച്ചതെന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, രാഹുൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ മികച്ചൊരു രീതിയിലുള്ള ഒരു പ്രകടനം നടത്തിയെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ആ രീതിയിലായിരുന്നു സഭയിൽ ഇന്ന് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ രാഹുലിന്റെ പരാമർശങ്ങളെ പ്രതിരോധിച്ചത്
ഈ 3 പേർ ചേർന്നാണ്, 3-ലധികം പേരാണ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടായിരുന്നു, കൂടാതെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാഹുലിന് മറുപടി നൽകുന്നു. അതോടൊപ്പം തന്നെ കിരൺ റിജിജു അദ്ദേഹം പാർലമെന്ററി കാര്യമന്ത്രി അദ്ദേഹം വരുന്നു. കൂടാതെ പ്രധാനപ്പെട്ട എംപിമാരടക്കം രാഹുലിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം. ആ രീതിയിൽ സഭയിൽ വലിയ ഭരണ പ്രതിപക്ഷ വാക്പോരുണ്ടാകുന്ന ഒരു സാഹചര്യം. എന്തായാലും രാഹുൽ പരമശിവന്റെ അടക്കം ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് രാഹുൽ BJP നേരിട്ടതെന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. കൂടാതെ ആരെയും ഭയപ്പെടുന്നില്ല, ഈ പരമശിവന്റെ ആ ചിത്രം ഉയർത്തിക്കാട്ടിക്കൊണ്ട് പറഞ്ഞത് ആരെയും ഭയപ്പെടുന്നില്ല എന്നൊരു സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നതെന്നാണ് പറഞ്ഞത്. കൂടാതെ ശിവന്റെ അഭയമുദ്രയാണ് കോൺഗ്രസിന്റെ ചിഹ്നമെന്നും രാഹുൽ പറഞ്ഞു. അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാഹുൽ ഭരണപക്ഷത്തെ നേരിട്ടതെന്നാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും കഴിഞ്ഞ 10 വർഷത്തിനിടെ ഭരണഘടനയെ ഭരണഘടനയ്ക്കെതിരെ തുടർച്ചയായി ആക്രമണം ഉണ്ടായി, അത് ജനം തടഞ്ഞു അല്ലെങ്കിൽ ജനം എതിർത്തു എന്നൊരു കാര്യം കൂടി രാഹുൽ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ സ്പീക്കർ ഒരു പ്രധാനമായും പറയേണ്ട കാര്യം, ഈ രാഹുൽ പരമശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടിയതിനെ സ്പീക്കർ എതിർക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. രാഹുൽ എന്തായാലും അതിൽ ചട്ടമനുസരിച്ച് സഭയിൽ പ്രതികരിക്കണമെന്നൊരു കാര്യത്തിലടക്കം സ്പീക്കർ പറഞ്ഞു. ഈ ചിത്രം ഉയർത്തുന്നതിനെ സ്പീക്കർ തടഞ്ഞിരുന്നു. എന്നിരുന്നാൽ പോലും രാഹുൽ ആ ചിത്രം ഉയർത്തി കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ രീതിയിൽ ഭരണ പ്രതിപക്ഷം വലിയ രീതിയിൽ തന്നെ ഒരു പ്രക്ഷുബ്ധമാവുന്ന ഒരു ഘട്ടത്തിലേക്ക് തന്നെ പോയി എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഭരണ പ്രതിപക്ഷ വാക്പോര് പല ഘട്ടത്തിലുണ്ടായി. രാഹുൽ ചട്ടം ലംഘിച്ചു എന്ന രീതിയിൽ തന്നെയുള്ള പ്രതികരണങ്ങളെല്ലാം തന്നെ സ്പീക്കറിന്റെ ഭാഗത്തു നിന്ന് വരുന്നു. ആ രീതിയിലെല്ലാം തന്നെ സഭ മുന്നോട്ട് പോയെന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടിയിരിക്കുന്നത്. കൂടാതെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ രാഹുൽ ചൂണ്ടിക്കാണിക്കുന്നു. മണിപ്പൂർ വിഷയമടക്കം പരാമർശിച്ചുകൊണ്ടാണ് രാഹുൽ പ്രസംഗം തുടർന്നതെന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. കൂടാതെ അഗ്നിവീർ പദ്ധതിയും രാഹുൽ പരാമർശിച്ചു. അധികാരത്തിലെത്തിയാൽ അഗ്നിവീർ റദ്ദാക്കും. നേരത്തെ കോൺഗ്രസിന്റെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായി കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായ ഒരു കാര്യമാണ്, കോൺഗ്രസ് നിരന്തരം പറഞ്ഞൊരു കാര്യമാണ് അഗ്നിവീർ പദ്ധതി, അത് അധികാരത്തിലെത്തിയാൽ റദ്ദാക്കുമെന്നൊരു കാര്യം പറഞ്ഞിരുന്നു. അത് വീണ്ടും രാഹുൽ ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ രീതിയിൽ അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രതിപക്ഷ ഈ ഇന്ത്യ സഖ്യം അടക്കം വന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ അഗ്നിവീർ പദ്ധതി പൂർണ്ണമായും ഒഴിവാക്കും എന്നാണ് പറഞ്ഞത്. എന്തായാലും ആ രീതിയിൽ ഭരണപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ടാണ് രാഹുൽ മുന്നോട്ട് പോയതെന്ന് ശ്രദ്ധേയമായി. കൂടാതെ ഈ മണിപ്പൂർ വിഷയം, മണിപ്പൂരിലെ വിഷയങ്ങളെല്ലാം തന്നെ രാഹുൽ പരാമർശിക്കുന്നു. മണിപ്പൂരിനെ നിങ്ങൾ, അതായത് ഭരണപക്ഷം BJP അവിടെ ഭരണപക്ഷം ആഭ്യന്തര കലാപത്തിലേക്ക് നയിച്ചു എന്നാണ് രാഹുൽ പറഞ്ഞത്. കൂടാതെ പ്രധാനമന്ത്രി ഇതുവരെ മണിപ്പൂരിലേക്ക് പോയില്ല എന്നൊരു കാര്യം കൂടി രാഹുൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമുണ്ടായി. എന്തായാലും ആ രീതിയിൽ വളരെ കടന്നാക്രമിക്കുന്ന രീതിയിൽ രാഹുലിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. അതിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് മോദി, അമിത്ഷാ അടക്കമുള്ള മന്ത്രിമാരടക്കം രംഗത്ത് വന്നത്. എന്തായാലും ലോക്സഭയിൽ ഈ നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ നന്ദിപ്രമേയത്തിന് മറുപടി പറയുന്നതിനിടെയാണ് വലിയ രീതിയിലുള്ള ഒരു വാക്പോരും ഒരു ആക്രമിക്കുന്ന രീതിയെല്ലാം തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടായത്. അതിനെ വലിയ രീതിയിൽ തന്നെ ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യം ഉണ്ടായി. പ്രധാനമന്ത്രി അടക്കം രാഹുലിനെ നേരിടുന്ന ഒരു സാഹചര്യം അല്പസമയം മുമ്പ് സഭയിൽ കണ്ടു. ഭദ്ര, തീർച്ചയായും ഉണ്ണി, എന്തായാലും ഉണ്ണി സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഒരു 1-man ഷോ ആണ് നടന്നിരുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധിയെ 3 മന്ത്രിമാരും കൂടി പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണുകയുണ്ടായി ലോക്സഭയിൽ. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ലോക്സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഉണ്ണി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. കാരണം കഴിഞ്ഞ, അതായത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് സഭ ചേർന്ന വേളയിലൊക്കെ തന്നെ അദാനിയും അതുപോലെ മോദിയുമായിട്ടുള്ള ബന്ധമൊക്കെ രാഹുൽ ഗാന്ധി സഭയിൽ ഉന്നയിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അത് ഇത്തവണയും മറന്നില്ല, അല്ലെങ്കിൽ അത് തുടരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഈ അയോധ്യ വിഷയമൊക്കെയായി ബന്ധപ്പെട്ട് അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് അവിടെ അയോധ്യ നിവാസികളെല്ലാം അവിടെ ഉണ്ടായിരുന്നത് അംബാനിയും അദാനിയുമാണ് എന്നുള്ള ഗുരുതര ആരോപണമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നീറ്റാണ്. നീറ്റ് വിഷയം നമുക്കറിയാം, ഈ പാർലമെന്റ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ വീണ്ടും നീറ്റ് വിഷയം പറയുമ്പോൾ അതിലും ഒരു സുപ്രധാന പോയിന്റ് പറയുന്നത് കൊമേഴ്ഷ്യൽ രീതിയിലേക്ക് മാറിയിരിക്കുന്നു, പ്രൊഫഷണൽ രീതിയിലുള്ള പരീക്ഷയല്ല നീറ്റിൽ നടക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അതായത് കൂടുതലായും ഈ വ്യവസായ രംഗത്തിന് അല്ലെങ്കിൽ വ്യവസായികൾക്ക് മുൻതൂക്കം കൊടുക്കുന്നു, സാധാരണക്കാരായ ജനങ്ങളെ മോദി സർക്കാർ മറക്കുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുകയല്ലേ ഉണ്ണി, രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗം നമ്മൾ നോക്കുമ്പോൾ? തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. ഈ നീറ്റ് വിഷയം സംബന്ധിച്ച് ഇന്ന് സഭ വലിയ രീതിയിൽ തന്നെ പ്രക്ഷുബ്ധമാവുന്ന സാഹചര്യം രാവിലെ ഉണ്ടായിരുന്നു. സഭ ആരംഭിച്ചപ്പോൾ തന്നെ വലിയ രീതിയിൽ തന്നെ പ്രതിപക്ഷം നീറ്റ് വിഷയത്തിൽ ഭാവി പരിപാടിയിൽ, അതായത് ഈ സഭാ കാലയളവിൽ, സമ്മേളന കാലയളവിൽ ഭാവി പരിപാടിയിൽ പ്രധാനമായും കാട്ടുന്ന ഒരു വിഷയമെന്ന് അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ് ഈ നീറ്റ് എന്ന് പറയുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുണ്ടായ സമകാലിക സംഭവങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ച് സഭയിൽ വലിയ പ്രതിഷേധം നേരത്തെ ഉണ്ടായിരുന്നു. എംപിമാരുടെ സത്യപ്രതിജ്ഞയ്ക്കിടെ ധർമ്മേന്ദ്ര പ്രധാൻ വന്നപ്പോഴെല്ലാം തന്നെ, അതായത്
വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വന്നപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സഭ ചേരുമ്പോഴെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം രാജ്യസഭയിലടക്കം ഈ വിഷയം വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുന്ന സാഹചര്യം, പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധം ഉയർത്തുന്ന സാഹചര്യം അതെല്ലാം തന്നെ പോയിരുന്നു. ഇന്നെന്തായാലും രാവിലെയും സമാനമായ രീതിയിൽ തന്നെ ഒരു പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടായിരുന്നു. സഭ പിരിഞ്ഞല്ല, സഭയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നീറ്റ് വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി ലഭിച്ചിരുന്നില്ല. ആ രീതിയിലെല്ലാം തന്നെ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇന്ന് രാഹുൽ ഗാന്ധി ഈ വിഷയവും, അതായത് നീറ്റും താൻ ഈ കേന്ദ്ര സർക്കാരിനെതിരെ ഉള്ള ആ വിമർശനത്തിനെല്ലാം ഉള്ളിൽ തന്നെ ഈ നീറ്റിന്റെ വിഷയം തന്നെ പ്രധാനമായും രാഹുൽ ഉന്നയിച്ചൊരു കാര്യം. എന്തായാലും നീറ്റിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നീറ്റിനെ കച്ചവടവൽക്കരിച്ചു എന്നൊരു കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയമായി നമുക്ക് പറയേണ്ട കാര്യം. കേന്ദ്ര സർക്കാർ നീറ്റിനെ കച്ചവടവൽക്കരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നീറ്റ് പ്രൊഫഷണൽ കോഴ്സ് അല്ല, കൊമേഴ്ഷ്യൽ കോഴ്സ് എന്ന ഒരു വിമർശനം കൂടി രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ആ രീതിയിൽ വലിയ ഒരു വിമർശനം ഈ നീറ്റിന്റെ വിഷയത്തിലും നിരവധി കുട്ടികൾ ഈ രീതിയിൽ വർഷങ്ങളായി കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് നീറ്റ് പരീക്ഷ എഴുതുന്നത് എന്ന കാര്യങ്ങളടക്കം രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നു. ആ രീതിയിൽ എല്ലാ കാര്യങ്ങളെല്ലാം തന്നെ പരാമർശിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചത്. എന്നാൽ ഇതിലെല്ലാം തന്നെ ഒരു കൃത്യമായൊരു പ്രതിരോധത്തിലേക്ക് അല്ലെങ്കിൽ കൃത്യമായി മറുപടി പറയാൻ ഭരണപക്ഷത്തിന് കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായി പറയേണ്ട ഒരു കാര്യം. ആ രീതിയിൽ വലിയ ഒരു വാക്പോരെല്ലാം തന്നെ സഭയിൽ ഉണ്ടാകുന്നു. എന്തായാലും ഇന്ന് സഭ ഈ ഉച്ചയ്ക്ക് ശേഷം ഈ രീതിയിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുന്നതിനിടെ രാഹുൽ നടത്തിയ പരാമർശങ്ങൾ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് ഹിന്ദുത്വ പരാമർശം തന്നെയാണ്. അത് വലിയ രീതിയിൽ തന്നെ ഭരണപക്ഷത്തെ കുഴപ്പത്തിലാക്കി. ഭരണപക്ഷം അതിനെ വലിയ രീതിയിൽ പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അയോധ്യ അടക്കമുള്ള കാര്യങ്ങൾ, അയോധ്യ ക്ഷേത്രം അടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ ചൂണ്ടിക്കാണിക്കുന്നു. അവിടുത്തെ തെരഞ്ഞെടുപ്പ് വിജയമടക്കമുള്ള കാര്യങ്ങൾ UP തന്നെയാണ് പ്രധാനമായും രാഹുൽ പരാമർശിച്ചത്. ആ രീതിയിലെല്ലാം തന്നെ രൂക്ഷമായി കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ മുന്നോട്ട് പോയത്. എന്തായാലും ഹിന്ദുവിൻ്റെ പേരിൽ അക്രമം നടക്കുന്നു എന്നൊരു പരാമർശം അത് വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുന്നു. അത് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ BJP അതിനെ വലിയ രീതിയിൽ തന്നെ ഉയർത്തിക്കാട്ടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട കാര്യം. ശരി, വ്യക്തമാണ് ഉണ്ണികൃഷ്ണൻ. എന്തായാലും